പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, നമ്മുടെ നടപ്പും കിടപ്പും ശോധന ചെയ്യുന്ന ദൈവം, ഹൃദയത്തിലെ നിരൂപണങ്ങളെ ദൂരത്തു നിന്ന് അറിയുന്ന ദൈവം, നമ്മെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ മുൻപിൽ ഹൃദയത്തെ പൂർണ്ണമായും സമർപ്പിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പുഷ്ടി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് അവൻ പരിചയമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ദൈവത്തിൽ ആശ്രയിക്കുക. അപ്പോൾ തന്നെ ഞാൻ യഹോവയെ എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകുകയില്ല. നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ നനച്ചുകൊള്ളുക. ദൈവത്തെ മുൻപിൽ നിർത്തുക. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. യഹോവയെ ഭയപ്പെട്ട ദോഷം വിട്ടുമാറുക. പ്രിയപ്പെട്ടവരെ, ഉന്നത ഭാവവും നിഗള ഹൃദയമുള്ളവനെ ദൈവം സഹിക്കുകയില്ല. താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുന്ന ദൈവമാണ്. ദൈവം നമുക്ക് തന്നതല്ലാതെ നമുക്കെന്താണ് പുകഴാനുള്ളത്? ദൈവം നമുക്ക് ജ്ഞാനം തന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുക. ദൈവത്തിന് മഹത്വം കരയറ്റുക. എനിക്ക് ലഭിച്ചതെല്ലാം ദൈവത്തിൽ നിന്നാണെന്ന് അറിഞ്ഞ് ദൈവസന്നിധിയിൽ താഴ്മയോടെ ജീവിക്കുക. യഹോവയെ ഭയപ്പെടുക. ദൈവത്തെ അനുസരിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. ദാവീദ് പറഞ്ഞു, എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാനും എൻ്റെ കുടുംബം എന്തുള്ളൂ. രാജാവിൻ്റെ പദവി അലങ്കരിക്കുമ്പോൾ തനിക്ക് ലഭിച്ചതെല്ലാം ദൈവം തന്നതാണെന്നറിഞ്ഞ് ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തിൽ വീണ്ടും ആശ്രയിക്കുകയും താഴ്മ ധരിക്കുകയും ചെയ്ത മനുഷ്യനെ ദൈവം വീണ്ടും ഉയർത്തി. ദൈവം അവൻ്റെ ഗ്രഹത്തെ പണിതു. അവന് ശാശ്വതമായൊരു നാമം നൽകി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ തന്നെ, ദൈവത്തെ മുൻപിൽ വയ്ക്കുമ്പോൾ തന്നെ ദൈവത്തെ ഭയപ്പെടുക. അവൻ നിന്നെ മാനിക്കുന്ന ദൈവമാണ്. പാതകളെ നേരെയാക്കുന്ന ദൈവമാണ്. നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ്. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.